നമസ്കാരം എല്ലാവർക്കും തത്വ കോമ്പറ്റേറ്റീവ് എക്സാം കോർണറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സുസ്വാഗതം. ഇന്നത്തെ ക്ലാസ് നമ്മുടെ കേരള ഗവേണൻസ് ആൻഡ് സിസ്റ്റം ഓഫ് അഡ്മിനിസ്ട്രേഷനകത്ത് പ്രിൻസിപ്പിൾ ഓഫ് നാച്ചുറൽ ജസ്റ്റിസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക് കിടപ്പുണ്ട്. ശരിക്കും കേരള അഡ്മിനിസ്ട്രേഷനുമായിട്ട് റിലേറ്റ് ചെയ്താണോ എന്ന് ചോദിക്കുവാണെങ്കിൽ അതെ, എന്നാൽ ഇതൊരു ബ്രോഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. എന്താണ് പ്രിൻസിപ്പിൾ ഓഫ് നാച്ചുറൽ ജസ്റ്റിസ് എന്ന് ഇപ്പം നമുക്ക് സിമ്പിൾ ആയിട്ട് നോക്കാനുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഈ എഴുതി വെച്ചിരിക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും. അതിനുശേഷം ഇൻഡെപ്ത് ആയിട്ടുള്ള 2-3 പോയിന്റ്സ് കൂടെ പറഞ്ഞ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനുമായിട്ട് പ്രിൻസിപ്പിൾ ഓഫ് നാച്ചുറൽ ജസ്റ്റിസിന്റെ ബന്ധം എന്താണെന്ന് പറഞ്ഞു തീരുമ്പോൾ ക്ലാസ് കഴിയും. അപ്പം യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ആയിക്കോട്ടെ, ഡിഗ്രി ലെവൽ മെയിൻസിന്റെ എല്ലാ പരീക്ഷകളിലും കോമൺ ആയിട്ട് വരുന്ന ഒരു ടോപ്പിക്കാണ് പ്രിൻസിപ്പിൾസ് ഓഫ് നാച്ചുറൽ ജസ്റ്റിസ്. സോ അവോയ്ഡ് ചെയ്യാതിരിക്കുക. അപ്പൊ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. പ്രിൻസിപ്പിൾ ഓഫ് നാച്ചുറൽ ജസ്റ്റിസ് അല്ലെങ്കിൽ പ്രിൻസിപ്പിൾസ്, കുറേ പ്രിൻസിപ്പിൾസ് ഉണ്ട് നാച്ചുറൽ ജസ്റ്റിസിന്. ഈ നാച്ചുറൽ ജസ്റ്റിസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് മീനിങ്? നമ്മൾ ആദ്യം കേൾക്കുമ്പോൾ വിചാരിക്കും എന്താണ്, നാച്ചുറലായിട്ട് നമുക്കുള്ള കുറച്ച് ജസ്റ്റിസ് ഉണ്ട് അതായിരിക്കും എന്നല്ലേ. പക്ഷെ അങ്ങനെയല്ല. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊസീജിയർ ഫെയർനെസ് എന്നാണ് ഇതിന്റെ മറ്റൊരു പേര്. പ്രൊസീജിയർ ഫെയർനെസ് ഇതെന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾസ് ആണ്. ഒരു സെറ്റ് ഓഫ് ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾസ് ആണ്. അതായത് എന്ത് ഡിസിഷൻ എടുക്കുന്ന സമയത്തും നമ്മൾ പാലിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതൊരു ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സ് എന്ന് പറയുമ്പോൾ അത് എവിടെ വേണേലും ആവാം. ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിലാവാം, ഒരു കോടതിയിലാവാം, അങ്ങനെ എവിടെ വേണമെങ്കിലും നമ്മളൊരു ഡിസിഷൻ എടുക്കുന്ന സമയത്ത് നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കേണ്ട അല്ലെങ്കിൽ നമ്മൾ പാലിക്കേണ്ട കുറച്ച് പ്രിൻസിപ്പിൾസ് ഉണ്ട്, ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾസ് ഉണ്ട്. ഇതിനെയാണ് പ്രിൻസിപ്പിൾസ് ഓഫ് നാച്ചുറൽ ജസ്റ്റിസ് എന്ന് വിളിക്കുന്നത്. സംശയമൊന്നും ഇല്ലല്ലോ. അപ്പൊ പ്രിൻസിപ്പിൾസ് ഓഫ് നാച്ചുറൽ ജസ്റ്റിസ്, ഓൾസോ നോൺ ആസ് പ്രൊസീജിയർ ഫെയർനെസ്, are a set of fundamental principles that ensure fairness and equity in decision making process. അപ്പം നാച്ചുറൽ ജസ്റ്റിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാച്ചുറലി കിട്ടേണ്ട ജസ്റ്റിസ് അല്ലെന്ന് മനസ്സിലായല്ലോ. ഒരു ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സ് എടുക്കുന്ന സമയത്ത് അവിടെ ഉറപ്പ് വരുത്തേണ്ട കുറച്ച് ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾസ് ഉണ്ട്. അതായത് ഫെയർനെസ്സും അല്ലെങ്കിൽ ഇക്വിറ്റി ഒക്കെ ഉറപ്പ് വരുത്തുന്ന കുറച്ച് ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾസ്. ഇതിനെയാണ് നമ്മൾ പ്രിൻസിപ്പിൾസ് ഓഫ് നാച്ചുറൽ ജസ്റ്റിസ് എന്ന് വിളിക്കുന്നത്. ദീസ് പ്രിൻസിപ്പിൾസ് ആർ ഡിസൈൻഡ് ടു പ്രൊട്ടക്ട് ദ റൈറ്റ് ഓഫ് ഇൻഡിവിജ്വൽസ് വെൻ ദേ ആർ ഇൻവോൾവ്ഡ് ഇൻ അഡ്മിനിസ്ട്രേറ്റീവ്, ജുഡീഷ്യൽ ഓർ അതർ ഡിസിഷൻ മേക്കിംഗ് പ്രൊസീജിയർ. ഇത് ആൾക്കാർ ചിലപ്പോൾ ജുഡീഷ്യറിയുടെ മുമ്പിലായിരിക്കും പോയി നിൽക്കുന്ന ഇതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു അഡ്മിനിസ്ട്രേഷനിൽ വർക്ക് ചെയ്യുന്ന ഒരാൾ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് സെക്ഷന്റെ മുമ്പിൽ അല്ലെങ്കിൽ സിസ്റ്റത്തിന്റെ മുമ്പിലായിരിക്കും ഈ ഒരു സംഭവം നടക്കുന്നത്. മീൻസ് ഒരു ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സ് വരുന്നത്. ഇത് എവിടെ വേണമെങ്കിലും ആവാം. മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഒരു കാര്യം കൂടെ പറയാം. നിങ്ങളൊരു അഡ്മിനിസ്ട്രേഷന്റെ കീഴിൽ വർക്ക് ചെയ്യുന്ന ഒരു എംപ്ലോയർ ആണ്. അപ്പം നിങ്ങൾക്കെതിരെ എന്തെങ്കിലും ഒരു കാര്യം വന്ന സമയത്ത് അവിടെ ഒരു ഡിസിഷൻ എടുക്കണമല്ലോ. അതായത് തെറ്റ് സംഭവിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ആ ഡിസിഷൻ മേക്കിംഗ് എടുക്കുന്ന സമയത്ത് കുറച്ച് ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾസ് ഈ ഡിസിഷൻ മേക്കേഴ്സ് എടുക്കേണ്ടതായിട്ടുണ്ട്. അതായത് നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ കേൾക്കാനുള്ള ഒരു മനസ്സ് വേണം അവർക്ക്. അതുപോലെ ശരിയും തെറ്റും എവിഡൻസ് ബേസ് ചെയ്തിട്ട് വേണം തീരുമാനം എടുക്കാൻ. അങ്ങനെ കുറേയേറെ കാര്യങ്ങളുണ്ട്. ഇതിനെ എല്ലാത്തിനെയും കൂടെയാണ് നമ്മൾ പ്രിൻസിപ്പിൾസ് ഓഫ് നാച്ചുറൽ ജസ്റ്റിസ് എന്ന് വിളിക്കുന്നത്. മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇത്രയും മതിയല്ലോ. ഇനി നമുക്ക് നോക്കാം ഓരോന്നായിട്ട്. റൈറ്റ് ടു ബി ഹേർഡ് എന്ന് പറയുന്നത് ഒരു പ്രിൻസിപ്പിൾ ഓഫ് നാച്ചുറൽ ജസ്റ്റിസ് ആണ്. റൈറ്റ് ടു ബി ഹേർഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഇപ്പൊ ഞാൻ പറഞ്ഞതുപോലെ തന്നെ, ഇപ്പൊ നിങ്ങളൊരു തെറ്റ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ തെറ്റ് ചെയ്ത് കാണില്ല. അങ്ങനെ എങ്ങനെ ആയാലും അഡ്മിനിസ്ട്രേഷൻ ആദ്യം നിങ്ങളെ വിളിച്ച് ചോദിക്കണം. അപ്പൊ നിങ്ങൾക്ക് പറയാനുള്ള കാര്യം അവർ കേൾക്കണം, അല്ലേ? എങ്കിലെല്ലാം ഒരു ഡിസിഷൻ മേക്കിങ്ങിലേക്ക് നല്ലൊരു ഫെയർനെസ് ആയിട്ട് പോകാൻ നമുക്ക് പറ്റത്തുള്ളൂ. The principle state that every person should have the opportunity to present their case and be heard by an impartial decision maker. അതായത് എല്ലാ ആൾക്കാർക്കും പറയാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി വേണം. എന്റെ കേസ് പറയാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി വേണം. അതുപോലെ ആ ഡിസിഷൻ മേക്കർ ഇംപാർഷ്യൽ ആയിരിക്കണം. ഇംപാർഷ്യൽ മീൻസ് മനസ്സിലായല്ലോ. നമ്മുടെ സൈഡിൽ നിൽക്കാൻ പാടില്ല, അഡ്മിനിസ്ട്രേഷന്റെ സൈഡിൽ നിൽക്കാൻ പാടില്ല. It means that individuals have the right to express their views, provide evidences and respond to any allegation made against him. അപ്പം നിങ്ങൾക്കെതിരെ വന്നിട്ടുള്ളതിന് നിങ്ങൾക്ക് എവിഡൻസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റണം. നിങ്ങൾക്ക് പറയാനുള്ള വ്യൂസ് അവരുടെ മുമ്പിൽ പറയാൻ പറ്റണം. അതുപോലെ എന്തൊക്കെ കാര്യങ്ങളാണ് ഇപ്പൊ നിങ്ങൾക്കെതിരെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിന് റെസ്പോണ്ട് ചെയ്യാനുള്ള അധികാരമൊക്കെ ഈ ആൾക്ക് വേണം. അതാണ് ഒന്നാമത്തത്. 2, ഇംപാർഷ്യൽ ഡിസിഷൻ മേക്കർ എന്ന് പറയുന്നതാണ്. ഇതിപ്പം കോടതിയുടെ കേസ് വരുമ്പോൾ ആരാണ് അവിടെ? ജഡ്ജാണ്, അല്ലെ? ജഡ്ജാണ് ഇംപാർഷ്യൽ ഡിസിഷൻ മേക്കർ ആവേണ്ടത്. This principle requires that a person or body making the decision should be neutral and unbiased. ബയാസ്ഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ബയാസ്ഡ് നമ്മൾ പറയത്തില്ലേ പേഴ്സണൽ ബയാസ്ഡ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അർത്ഥം?
ഒരു കൗൺസിലറിന്റെ അടുത്ത് നമ്മൾ പോകുന്നു. കൗൺസിലറിന്റെ അടുത്ത് പോകുമ്പോൾ നമ്മൾ പറയുന്നത് എന്താ? പേഴ്സണൽ ബയാസ്ഡ് ആയിരിക്കരുത് കൗൺസിലർ. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? നമ്മുടെ കുറെ തോട്ടും നമ്മുടെ കുറെ തോന്നലുകളും എല്ലാം കൂടെ അടിച്ചേൽപ്പിച്ച് മറ്റൊരാളെ കാണാനിരിക്കുന്നതിനാണ് നമ്മൾ ബയാസ്ഡ് ആവുക എന്ന് പറയുന്നത്. ആവശ്യമില്ലാതെ നമ്മൾ കുറെ മുൻവിധികളോട് കൂടിയിട്ട് ഒരു പ്രശ്നത്തെ കാണുക, അല്ലെ? നമ്മുടെ പ്രശ്നങ്ങളുമായിട്ട് കൂട്ടിക്കുഴച്ച്. ഒരിക്കലും ഒരു കൗൺസിലറോ ജഡ്ജോ അല്ലെങ്കിൽ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ഹെഡോ ഒന്നും തന്നെ ബയാസ്ഡ് ആവരുതെന്ന് പറയാറുണ്ട്. അപ്പം ഈ ഡിസിഷൻ മേക്കർ എന്ന് പറയുന്നത് ആരായിരിക്കണം? ന്യൂട്രൽ ആയിരിക്കണം, അൺബയാസ്ഡ് ആയിട്ടുള്ള ഒരാളായിരിക്കണം. ദേ ഷുഡ് നോട്ട് ഹാവ് എനി പ്രീ കൺസീവ്ഡ് നോഷൻസ് ഓർ കോൺഫ്ലിക്ട്സ് ഓഫ് ഇൻട്രസ്റ്റ് ദാറ്റ് കുഡ് അഫക്ട് ദെയർ ജഡ്ജ്മെന്റ്. ഇയാൾക്ക്, ഈ ഡിസിഷൻ മേക്കറിന് ഒരിക്കലും എന്തുണ്ടാവരുത്? ഒരു പ്രീ കൺസീവ്ഡ് നോഷൻസ് ഒന്നും ഉണ്ടാവാൻ പാടില്ല. അല്ലെങ്കിൽ ഈ ഒരു അടിക്കകത്ത് എന്നാ പിന്നെ ഇങ്ങനെ തന്നെ ആയിരിക്കട്ടെ, അല്ലെ ഇങ്ങനെ തന്നെ വേണം എന്നുള്ള രീതിയിൽ ഡിസിഷൻ എടുക്കാൻ പാടില്ല. The decision maker should approach the case with an open mind and consider all relevant evidence and arguments. അവിടെ വരുന്ന കേസിനെ റെലവന്റ് എവിഡൻസിന്റെ പേരിൽ ഓപ്പൺ മൈൻഡ് ആയിട്ട് ഇരുന്ന് വേണം കേൾക്കാൻ, എന്നിട്ടേ ഡിസിഷൻ എടുക്കാൻ പാടുള്ളൂ. അതെന്താണ്? ഒരു നാച്ചുറൽ ജസ്റ്റിസിന്റെ പാർട്ടാണ്. അതുപോലെ ഇപ്പൊ പറഞ്ഞതുപോലെ തന്നെ റൂൾ എഗൻസ്റ്റ് ബയാസ്. ബയാസിന് എഗൻസ്റ്റ് ആയിട്ടുള്ള റൂൾ ഉണ്ടാകണം. ദിസ് പ്രിൻസിപ്പിൾ സ്റ്റേറ്റ് ദാറ്റ് ഡിസിഷൻ ഷുഡ് നോട്ട് ബി ഇൻഫ്ലുവൻസ്ഡ് ബൈ പേഴ്സണൽ പ്രജുഡിയസ്, ഫേവറിസം ഓർ എനി അതർ ഇംപ്രോപ്പർ മോട്ടീവ്സ്. ഇപ്പൊ ഞാൻ പറഞ്ഞ കൂട്ട് തന്നെ, ഇപ്പൊ ഇൻ കേസ് ഞാനൊരു കേസ് കേട്ടോണ്ടിരിക്കുക, ഞാനൊരു HR ആണ്, ഞാനൊരു കേസ് കേട്ടോണ്ടിരിക്കുക. പണ്ട് എനിക്ക് നേരിട്ടോണ്ടിരുന്ന ഒരു കേസാണ്. പക്ഷെ ആ കേസ് എന്ന് പറയുന്നത് അന്ന് എനിക്ക് എതിരായിട്ട് വന്നു. അപ്പൊ ഞാനിപ്പോ കേട്ടോണ്ടിരിക്കുമ്പോൾ വിചാരിക്കുക, അന്ന് എനിക്ക് എതിരായിട്ട് വന്നു, എന്നാ പിന്നെ ഇയാൾക്ക് എതിരായിട്ട് അങ്ങോട്ട് വിട്ടേക്കാം, എനിക്ക് അന്ന് കിട്ടിയതല്ല. അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അതെന്താണ്? നമ്മുടെ ഇംപ്രോപ്പർ മോട്ടീവ് ആണ്, നമ്മുടെ ഉള്ളിലുള്ള ഇംപ്രോപ്പർ മോട്ടീവ്. അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ബയാസ്ഡ് ആവുകയാണ് ചെയ്യുന്നത്. ചിലപ്പോൾ ഇയാളുടെ ഭാഗത്ത് ന്യായം ഉണ്ടായിരിക്കും, പക്ഷെ നമ്മളത് ശ്രദ്ധിക്കുന്നില്ല. ചിലപ്പോൾ ഫേവറിസം കാണും. ഇപ്പുറത്ത് നിൽക്കുന്ന ആളോട് നമ്മൾ ഫേവറബിൾ ആയിരിക്കും, ഇപ്പുറത്ത് നിൽക്കുന്ന ആളോട് ഫേവറബിൾ അല്ല. സോ ഫേവറബിൾ അല്ലാത്ത ആൾക്കാർ പറയുന്നത് ശരിയായിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ നമ്മൾ തള്ളിക്കളയും. അതാണ് റൂൾ എഗൻസ്റ്റ് ബയാസ് എന്ന് വിളിക്കുന്നത്. ദ ഡിസിഷൻ മേക്കർ മസ്റ്റ് ആക്ട് ഫെയർലി ആൻഡ് ഒബ്ജക്റ്റീവ്ലി വിതൗട്ട് ഷോയിങ് എനി ഫേവറിസം ഓർ ഹോസ്റ്റിലിറ്റി ടുവേർഡ് എനി പാർട്ടി ഇൻവോൾവ് ദ പ്രോസസ്. മനസ്സിലായി കാണുമല്ലോ. അടുത്ത നോട്ടീസ് ഫോർ അലിഗേഷൻ എന്ന് പറയുന്നതാണ്. The principle ensures that individuals are informed of the allegation or charges against them in a clear and timely manner. It gives them an opportunity to prepare their defense and gather relevant evidence to challenge the allegation. എപ്പോഴും അയാളുടെ ആ ഒരു ഇൻഫർമേഷൻ നമ്മൾ പറയത്തില്ലേ, പറയുന്ന സമയത്ത് ക്ലിയർ ആയിട്ട് പറയാനായിട്ട്. എന്താണ്? ക്ലിയർ ആയിട്ട് അയാൾക്ക് പറയാനുള്ള കാര്യങ്ങളെല്ലാം ക്ലിയർ ആയിട്ട് പറയണം. ഇപ്പൊ അങ്ങോട്ട് പറയുക, ഇപ്പൊ നിങ്ങൾ അങ്ങനെ ചെയ്തില്ലേ, ഇങ്ങനെ ചെയ്തില്ലേ, മറ്റേ ചെയ്തില്ലേ, മറിച്ച് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ അയാൾക്ക് ഒരു ഡിഫൻസ് ചെയ്യാനുള്ള ഒരു, അല്ലെങ്കിൽ റെലവന്റ് എവിഡൻസ് കൊടുക്കാനുള്ള ഒരു സ്പേസ് അവിടെ കൊടുത്തിരിക്കണം. അടുത്തത് റൈറ്റ് ടു പ്രസന്റ് എവിഡൻസ്. ഇപ്പൊ നമ്മൾ പറഞ്ഞത് തന്നെയാണ്, അയാൾക്ക് തെളിവുകൾ പ്രൊവൈഡ് ചെയ്യാനുള്ള ഒരു റൈറ്റ് ഉണ്ട്. ഈ ഇപ്പുറത്ത് നിൽക്കുന്ന ആൾക്ക് തെളിവുകൾ പ്രൊവൈഡ് ചെയ്യാനുള്ള ഒരു റൈറ്റ് ഉണ്ട്. അതും ഒരു പ്രിൻസിപ്പിൾ ആണ്. അത് ക്രോസ് എക്സാമിൻ ചെയ്യാനുള്ള റൈറ്റ്, അതും ഒരു പ്രിൻസിപ്പിൾ ആണ്. ദിസ് പ്രിൻസിപ്പിൾ അലൗ ഇൻഡിവിജ്വൽ ടു ക്വസ്റ്റ്യൻ ആൻഡ് ചാലഞ്ച് ദ എവിഡൻസ് ഓർ വിറ്റ്നസ് പ്രസന്റ് ബൈ ദി ഒപ്പോസിംഗ് പാർട്ടി. എതിരെ നിൽക്കുന്ന ഒരാൾ കൊണ്ടുവരുന്ന എവിഡൻസിനെയോ അല്ലെങ്കിൽ അയാൾ കൊണ്ടുവന്ന ഒരു സാക്ഷിയെയോ ഒക്കെ നമുക്ക് വിസ്തരിക്കാനുള്ള ഒരു അവകാശം ഈ ഓപ്പോസിറ്റ് പാർട്ടിക്കുണ്ട്. ഇറ്റ് എൻഷുവേഴ്സ് ദാറ്റ് ഓൾ പാർട്ടി ഹാവ് എ ഫെയർ ചാൻസ് ടു ടെസ്റ്റ് ദ ആക്യുറസി ആൻഡ് ക്രെഡിബിലിറ്റി ഓഫ് ദി എവിഡൻസ് ബിഫോർ ദ ഡിസിഷൻ മേക്കർ. അതായത് ഡിസിഷൻ മേക്കറിന്റെ മുമ്പിൽ വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ എവിഡൻസും എന്തെങ്കിലുമൊക്കെ സാക്ഷിയെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് ക്രോസ് എക്സാമിൻ ചെയ്യാനുള്ളതും അത് ആക്യുറേറ്റ് ആണോ, ക്രെഡിബിലിറ്റി ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാനുള്ള അധികാരം ഓപ്പോസിറ്റ് പാർട്ടിക്കുണ്ട്, രണ്ട് പാർട്ടികൾക്കും ഉണ്ട്. അടുത്തത് ഡിസിഷൻ ബേസ്ഡ് ഓൺ എവിഡൻസ്. ഒരിക്കലും വെറുതെ ആയിരിക്കരുത് ഡിസിഷൻ, എവിഡൻസിന്റെ ബേസിസിലായിരിക്കണം. ദെൻ റൈറ്റ് ടു റീസൺ. ദിസ് പ്രിൻസിപ്പിൾ സ്റ്റേറ്റ് ദാറ്റ് ഇൻഡിവിജ്വൽ ഷുഡ് ബി പ്രൊവൈഡഡ് വിത്ത് റീസൺ ഫോർ ദ ഡിസിഷൻ. ഈ ഡിസിഷൻ മേക്കർ പറയുന്ന ഡിസിഷൻ ഒരു കാരണം ഉണ്ടായിരിക്കണം, കൃത്യമായ ഒരു കാരണം ഉണ്ടായിരിക്കണം, അല്ലെ? ഒരു റാഷണൽ മാനറിൽ എടുത്ത ഡിസിഷൻ ആണെന്നത് പറയാൻ പറ്റണം. ഇത്രയും ആയാലാണ് നമ്മൾ നാച്ചുറൽ ജസ്റ്റിസ് എന്ന് പറയാൻ സാധിക്കുന്നത്. ഇപ്പൊ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക, PSC കുട്ടികളും ബാക്കിയുള്ളവരും ശ്രദ്ധിക്കുക. ഇത് ഇത്രയും നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാൻ ബേസിക് ആയിട്ട് പറഞ്ഞ കാര്യങ്ങളാണ്. ഇനി നമുക്ക് പ്രിൻസിപ്പിൾസ് ഓഫ് നാച്ചുറൽ ജസ്റ്റിസ് എന്താണെന്ന് ചോദിക്കുമ്പം കറക്റ്റ് പോയിന്റിൽ പറയുകയാണെങ്കിൽ അത് ഒന്നോ രണ്ടോ പോയിന്റ്സേ ഉള്ളൂ. അതായത് പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇത്രയാണ്. പ്രിൻസിപ്പിൾ ഓഫ് നാച്ചുറൽ ജസ്റ്റിസ് പ്രധാനമായിട്ടും 2 പോയിന്റിലാണ് പറയുന്നത്. നെമോ ജൂഡെക്സ് ഇൻ കോസാ സ്വാ, ഓഡി ഓൾട്ടറം പാർട്ടം. ഈ 2 കാര്യങ്ങളാണ് വരുന്നത്. അതെന്താണെന്ന് നോക്കാം. അതുപോലെ അപ്പൊ നിങ്ങൾക്ക് പ്രിൻസിപ്പിൾസ് ഓഫ് നാച്ചുറൽ ജസ്റ്റിസ് എന്താണെന്ന് മനസ്സിലായല്ലോ. ഇനി നാച്ചുറൽ പ്രിൻസിപ്പിൾസിന്റെ പ്രധാനപ്പെട്ട 3 പോയിന്റ്സ് ആണ് നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ പഠിക്കാനുള്ളത്. അപ്പൊ അതിലേക്ക് കടക്കാം. നോക്കാം. പ്രിൻസിപ്പിൾ ഓഫ് നാച്ചുറൽ ജസ്റ്റിസ് ഇൻ അഡ്മിനിസ്ട്രേറ്റീവ് ലോ.
അതായത് പ്രധാനമായിട്ടും നമ്മുടെ പ്രിൻസിപ്പിൾ ഓഫ് നാച്ചുറൽ ജസ്റ്റിസ് പ്രധാനമായിട്ടും ഞാൻ പറഞ്ഞു 2 തരമാണ് 3 തരമാണ് കേട്ടോളാം. നോ വൺ ഷുഡ് ഡിറ്റർമിൻ ഹിസ് ഓൺ കേസ്. ഇതാണ് ശരിക്കുള്ള പ്രിൻസിപ്പിൾസ് ഓഫ് നാച്ചുറൽ ജസ്റ്റിസ്. എന്താണ്? നോ വൺ ഷുഡ് ഡിറ്റർമിൻ ഹിസ് ഓൺ കേസ്. The copy of the statutory report should be accessible to all. Without a hearing, no one should be convicted. One has the right to know all the causes which lead to the final decision. ഇത്രയുമാണ് പ്രധാനപ്പെട്ട ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിൽ വരുന്ന പ്രിൻസിപ്പിൾ ഓഫ് നാച്ചുറൽ ജസ്റ്റിസ് എന്ന് പറയുന്നത്. അപ്പൊ നോക്കുക, 3 നാച്ചുറൽ ജസ്റ്റിസ് പ്രിൻസിപ്പിൾ ആണ്. ഒന്നാമത്തത് നെമോ ജൂഡെക്സ് ഇൻ കൂസ സ്വാ, ഓഡി ഓൾട്ടറം പാർട്ടം, സ്പീക്കിംഗ് ഓർഡേഴ്സ് ഓർ റീസൺ ഡിസിഷൻ. നമുക്ക് ഓരോന്നൊന്നും നോക്കാമേ. ഫസ്റ്റ് പ്രിൻസിപ്പിൾ എന്താ നാച്ചുറൽ ജസ്റ്റിസിന്? നെമോ ജൂഡെക്സ് ഇൻ കോസ സ്വാ അല്ലെ. എന്ന് വെച്ച് കഴിഞ്ഞാല് നോ വൺ ഷുഡ് ബി ജഡ്ജ് ഇൻ ഹിസ് ഓൺ കേസ്. നോ വൺ ഷുഡ് ബി എ ജഡ്ജ് ഇൻ ഹിസ് ഓൺ കേസ്. This principle refers to the biases or preconceived notion one may have that can impair their sense of justice. As per the principle, a judge should be neutral. അപ്പൊ ഇതിന്റെ അർത്ഥം എന്താണ്? അതായത് ജഡ്ജ്, അതായത് ഡിസിഷൻ മേക്കർ എന്ന് പറയുന്ന ആള് എന്തായിരിക്കണം? ന്യൂട്രൽ ആയിരിക്കണം അല്ലെ, ബയാസ്ഡ് ഉള്ള ആളാവരുത്. ദേ ഷുഡ് ഓൺലി പാസ് ജഡ്ജ്മെന്റ് ബേസ്ഡ് ഓൺ ദി എവിഡൻസ്. അയാള് എവിഡൻസിന്റെ ബേസിസിൽ മാത്രമായിരിക്കണം കേസ് പറയേണ്ടത് അല്ലെങ്കിൽ ഡിസിഷൻ പറയേണ്ടത്. അതാണ് നോ വൺ ഷുഡ് ബി ജഡ്ജ് ഇൻ ഹിസ് ഓൺ കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? സ്വന്തം കേസിൽ വിധി പറയരുത് നല്ല അർത്ഥം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസിഷൻ മേക്കർ അഥവാ ജഡ്ജ് വിധി പറയുന്നത് പേഴ്സണൽ ബയാസ് ഇല്ലാതെയോ അല്ലെങ്കിൽ പോളിസി നോഷൻ ബയാസ് ഇല്ലാതെയോ ഒക്കെ ആയിരിക്കണം, ന്യൂട്രൽ ആയിട്ടായിരിക്കണം, എവിഡൻസിന്റെ ബേസിസിലായിരിക്കണം. അപ്പൊ പലതരത്തിലുള്ള ബയാസ് ഉണ്ട്. ജസ്റ്റ് ഒന്ന് നോക്കുക. പേഴ്സണൽ ബയാസ് ഞാൻ പറഞ്ഞു. പേഴ്സണൽ ബയാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തമായിട്ട് കുറെ കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടായിരിക്കും. നമ്മുടെ രീതി അങ്ങനെ ആയിരിക്കാം, ഇങ്ങനെ ആയിരിക്കാം, മറ്റേതായിരിക്കാം, മറിച്ചതായിരിക്കാം എന്നൊക്കെ നമ്മൾ ചിന്തിക്കും. ആ രീതിയിലായിരിക്കരുത് ഡിസിഷൻ പറയുന്നത്. അതുകൊണ്ട് പൈസയുടെ ബേസിസിലായിരിക്കരുത്, സബ്ജക്റ്റിന്റെ ബേസിസിലായിരിക്കരുത്, പോളിസി, അങ്ങനെ പലതരം ബയാസസ് ഉണ്ട്. നിങ്ങൾക്ക് അത് ചോദിക്കില്ല. സെക്കൻഡ് പ്രിൻസിപ്പിൾ എന്താ? ഓഡി ഓൾട്രം പാർട്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? It has been roughly translated to mean that no person shall receive punishment without a proper and just hearing. ഒരാളുടെ കാര്യം കൃത്യമായി കേൾക്കാതെ അയാൾക്ക് പണിഷ്മെന്റ് കൊടുക്കാൻ പാടില്ല. According to it, in any conflict, all the parties involved should have an equal representation and equal chances of being heard by the judge. ജഡ്ജ് എല്ലാവരുടെയും കാര്യം കേട്ടതിന് ശേഷം മാത്രമേ അവർക്ക് പണിഷ്മെന്റ് കൊടുക്കാൻ പാടുള്ളൂ. എല്ലാം പറയാനുള്ള കാര്യങ്ങൾ പറയാനും പറയാനുള്ള കാര്യങ്ങൾ കേൾക്കാനുമുള്ള പറയാനുള്ള കാര്യം പറയാൻ ഇദ്ദേഹത്തിനും പറയുന്ന കാര്യങ്ങൾ കേൾക്കാൻ ജഡ്ജിനും സാവകാശം ഉണ്ടായിരിക്കണം. അതിനുശേഷമേ പണിഷ്മെന്റ് കൊടുക്കാൻ പാടുള്ളൂ. ഇത് 2 പാർട്ടികളും. This principle is designed in a way that ensures equality and justice for all. This principle of natural justice states that everyone is entitled to be fair trial. The suspect before conviction must know all the charges against him. അതായത് ഈ കുറ്റം ചാർത്തുന്നതിന് മുൻപായിട്ട് എന്റെ പേരിലുള്ള കുറ്റം എന്തൊക്കെയാണെന്ന് എനിക്ക് അറിയണ്ടേ, അത് വേണം. അതുപോലെ ഇൻഡിവിജ്വൽ ക്യാൻ ഓൺലി ബി പണിഷ്ഡ് ആഫ്റ്റർ ഓൾ സിനേരിയോസ് ആൻഡ് എവിഡൻസസ് ആർ കൺസിഡേർഡ്. എല്ലാ എവിഡൻസും എല്ലാ കാര്യങ്ങളും കേട്ടതിന് ശേഷം മാത്രമേ പണിഷ്മെന്റ് കൊടുക്കാവുള്ളൂ. ഒരിക്കലും ഒരു റാൻഡം ഡിസിഷൻ എടുക്കരുത്. ഒരു പ്രോപ്പർ ഹിയറിംഗ് ഇല്ലാതെ, ഫെയർ ഹിയറിംഗ് ഇല്ലാതെ ഒരിക്കലും ഒരു ഡിസിഷൻ എടുക്കാൻ പാടില്ല എന്നുള്ളതാണ് നമ്മുടെ 2ാമത്തെ പ്രിൻസിപ്പിൾ. ഓഡി ഓൾട്രം പാർട്ടം അല്ലെ, അതാണ് 2ാമത്തെ പ്രിൻസിപ്പിൾ. തേർഡ് പ്രിൻസിപ്പിൾ എന്താ? സ്പീക്കിംഗ് ഓർഡേഴ്സ് ഓർ റീസൺ ഡിസിഷൻ. നമ്മൾ പറഞ്ഞത് കൂട്ട് തന്നെ ഒരു പ്രോപ്പർ എക്സ്പ്ലനേഷൻ വേണം. ഇയാളുടെ ഡിസിഷൻ മേക്കിങ്ങിന് ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ വേണം. ഇപ്പൊ ഞാൻ വന്നിട്ട് ചോദിക്കുക എന്തുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ എടുത്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് റാഷണൽ ആയിട്ടുള്ള പ്രോപ്പർ ആയിട്ടുള്ള ഒരു കാര്യം വേണം അവിടെ പറയാൻ. ഇതിനെയാണ് ഈ 3 നാച്ചുറൽ ജസ്റ്റിസ് പ്രിൻസിപ്പിൾ എന്ന് വിളിക്കുന്നത്. ഒന്നെന്താ പറഞ്ഞത്? ന്യൂട്രൽ ആയിരിക്കണം. ഒരു ഡിസിഷൻ മേക്കർ ന്യൂട്രൽ ആയിരിക്കണം. എവിഡൻസിന്റെ ബേസിസിൽ മാത്രമേ ഡിസിഷൻ എടുക്കാൻ പാടുള്ളൂ. 2, പറയാനുള്ള സ്വാതന്ത്ര്യം 2 പാർട്ടികൾക്കും കൊടുക്കണം. പറയാനുള്ള സ്വാതന്ത്ര്യം, എവിഡൻസ് പങ്കുവയ്ക്കാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കണം. എന്നിട്ടേ ഡിസിഷൻ എടുക്കാൻ പാടുള്ളൂ. 3ാമത് പറഞ്ഞ എന്താണ്? റീസൺ ഉണ്ടാവണം. ആ ഡിസിഷന് കറക്റ്റ് ആയിട്ടുള്ള റാഷണൽ ഡിസിഷൻ ആയിരിക്കണം. അതിന് റീസൺ കറക്റ്റ് ആയിട്ട് വേണം. മനസ്സിലായല്ലോ? ഇനി നോക്കുക, നമ്മുടെ ജസ്റ്റിസ് പ്രിൻസിപ്പൽ നാച്ചുറൽ ജസ്റ്റിസും ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനും തമ്മിൽ എങ്ങനെ ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് ചില ആർട്ടിക്കിൾസ് നാച്ചുറൽ ജസ്റ്റിസ് പ്രിൻസിപ്പിളുമായിട്ട് അതിന്റെ ഐഡിയയുമായിട്ട് ലിങ്ക്ഡ് ആണ് അല്ലെങ്കിൽ കൺവേ ചെയ്യുന്നുണ്ട്. നാച്ചുറൽ ജസ്റ്റിസ് കൺവേ ചെയ്യുന്ന കുറച്ച് ആർട്ടിക്കിൾസ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനകത്തുണ്ട്. അത് ഏതൊക്കെയാ? ഒന്ന് എന്താണ്? പ്രിയാമ്പിളിനകത്ത് എന്ത് പറയുന്നുണ്ട്? ഇക്വാലിറ്റി അല്ലെ, ജസ്റ്റിസും ഇക്വാലിറ്റിയും എല്ലാവർക്കും ഉണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട്. ഇക്വാലിറ്റി ആൻഡ് ജസ്റ്റിസ് ഫോർ ഓൾ. അതെന്താണ്? ഒരു പ്രിൻസിപ്പിൾ ഓഫ് നാച്ചുറൽ ജസ്റ്റിസ് കൺവേ ചെയ്യുന്ന ഒരു മെസ്സേജ് ആണ്. ആർട്ടിക്കിൾ 14 എന്ത് പറയുന്നുണ്ട്?
ഇറ്റ് സ്റ്റേറ്റ് ദാറ്റ് ഓൾ സിറ്റിസൺസ് ആർ ടു ബി ഈക്വലി റെപ്രസെന്റ് ആൻഡ് പ്രൊട്ടക്റ്റഡ് ഇൻ ഫ്രണ്ട് ഓഫ് ദി ലോ. ലോയുടെ മുമ്പിൽ എല്ലാവരും ഈക്വൽ ആണ്, പ്രൊട്ടക്റ്റഡ് ആണ്, അല്ലെ? ആർട്ടിക്കിൾ 21 എന്താ പറയുന്നത്? ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം, അതുപോലെ ലിബർട്ടി. 22 എന്താ പറയുന്നത്? അതായത് ഇറ്റ് സ്റ്റേറ്റഡ് ഈച്ച് അറസ്റ്റഡ് പേഴ്സൺ മസ്റ്റ് ഹാവ് എ ഫെയർ. എന്തിനാ അറസ്റ്റ് ചെയ്യുന്നതെന്നുള്ള അറിയണം, അല്ലെ? 39A എന്താ പറയുന്നത്? This provision is disabled and indigent people who must be provided with free legal service, അല്ലെ? ഫ്രീ ലീഗൽ, ഇപ്പൊ പൈസ ഇല്ലാത്തവർക്ക് അവർക്ക് ഫ്രീ ലീഗൽ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ആർട്ടിക്കിൾ 39A ആണ്. 311 അനുസരിച്ച് എന്താ പറയുന്നത്? സിവിൽ സർവന്റിന് കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊട്ടക്ഷൻ ഉള്ള പ്രൊവിഷൻ കൊടുക്കണമെന്ന്. ആർട്ടിക്കിൾ 32-ലും 136-ലും 226-ലും എന്താ പറയുന്നത്? 32, 226 നിങ്ങൾക്ക് മനസ്സിലായി. ദീസ് ആർ ദ പ്രൊവിഷൻ ദാറ്റ് ഇൻക്ലൂഡ് സൊല്യൂഷൻ ഇൻ കേസ് ഓഫ് ദി ഫണ്ടമെന്റൽ റൈറ്റ് ഓഫ് എ പേഴ്സൺ ആർ വയലേറ്റഡ്. ഏതെങ്കിലും തരത്തിൽ ഫണ്ടമെന്റൽ റൈറ്റ്സ് വയലേറ്റഡ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഉറപ്പ് തരുന്നത് റിട്ടുകൾ വഴി, അല്ലെ? ഇന്നലെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞില്ലേ, ഡെലിഗേഷൻ പറഞ്ഞപ്പോഴും നമ്മൾ പറഞ്ഞു. അതുപോലെ ആർബിട്രറിനെസ്, അഡ്മിനിസ്ട്രേറ്റീവ് ആർബിട്രറിനെസ്, അതിനകത്ത് നമ്മൾ റിട്ടിന്റെ പ്രാധാന്യം പറഞ്ഞു. അത് തന്നെ നമ്മൾ നാച്ചുറൽ പ്രിൻസിപ്പിളിനകത്തും പറയുന്നു. അപ്പൊ ഇത്രയുമാണ് നാച്ചുറൽ പ്രിൻസിപ്പിളിനകത്ത് നിങ്ങൾ പ്രധാനമായിട്ടും ഓർത്തു വെക്കേണ്ടത്. ഞാൻ എല്ലാ പോയിന്റ്സും ഡിസ്കസ് ചെയ്തു. കാര്യം മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ